ആ, നീ വന്നോ? ഞാൻ നിന്റെ വീട്ടിലോട്ട് വരണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെന്താ? അങ്ങനെ വിചാരിച്ചു. വാ, നീ ഇരിക്ക്. എന്തൊക്കെയുണ്ട്? എന്തെടി ഇങ്ങനെ നോക്കുന്നേ? പറ, എന്തൊക്കെയുണ്ട്? അതോ? അത് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ, വേണ്ടപ്പെട്ട തന്നാ. അപ്പൊ അതിന് പോവാൻ വേണ്ടി കോലം കെട്ടിയതാ. പോയില്ല. അതെ, ഞാൻ റെഡിയൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ആലോചിച്ചത്, ഈ കുടുംബക്കാരെല്ലാരും വരും. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാ എല്ലാവർക്കും ഒരു നോക്കൂത്തിയായിട്ട് ചോദ്യമായി, പറച്ചിലായി. എന്തിനാ വെറുതെ? അതുകൊണ്ട് പിന്നെ പോണ്ടാന്ന് വെച്ചു. ഏയ്! വീട്ടുകാരൊന്നും പറഞ്ഞില്ല. ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചതാ. നീ വാ. നിനക്ക് കുടിക്കാൻ എന്തേലും തരാം ഞാൻ. വാ. ദാ കുടി. ഉം. ഞാൻ തന്ന വെള്ളം കുടിക്കാൻ നിനക്ക് പേടിയില്ലേടി? അല്ല, എനിക്ക് ഭ്രാന്തല്ലേ? ഭ്രാന്തൊക്കെ മാറി. എന്നാലും നിനക്ക് പേടിയില്ലേ? അല്ല, നമ്മുടെ ലച്ചു പ്രഗ്നന്റാടി. ആ, 2 മാസേ ആയുള്ളൂ. 3 മാസായിട്ട് പുറത്തൊക്കെ പറഞ്ഞാ മതീന്നാ അമ്മ പറഞ്ഞേക്കുന്നെ. അതറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി എനിക്ക്. അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കണംന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ഷേക്കൊക്കെ ഇണ്ടാക്കി അവൾക്ക് കൊണ്ട് കൊടുത്തു. ആം, അത് കുടിക്കണ്ടാന്ന് അമ്മ അവളോട് പറയുന്നത് ഞാൻ കേട്ടു. ഭയങ്കര വിഷമം തോന്നി ഏട്ടിയെ കേട്ടപ്പോ. വിഷമമല്ല, അങ്ങനെ ഇവിടെ ഒരു പിന്നെ ആലോചിച്ചപ്പോ തോന്നി, ശരിയാ. ചിലപ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും പറ്റിയാ അതാർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലെടി, എനിക്ക് വിഷമമൊന്നുമില്ല. ഈ ഭ്രാന്തെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വേർഡാ. അത് നമുക്ക് ഭ്രാന്ത് മാറിയാലും ആ ഒരു പട്ടമില്ലേ, അത് പോയില്ല. നമ്മളെ പട്ടടയിലേക്ക് എടുത്ത് വയ്ക്കുന്നത് വരെയും അത് കൂടെ തന്നെ കാണും. സാധാരണ ആൾക്കാര് കരയും, ചിരിക്കുകയൊക്കെ ചെയ്താ നമുക്കെന്തേലും തോന്നോ? പക്ഷേ ഈ ഭ്രാന്തെന്നും പറഞ്ഞിട്ടുള്ള ആൾക്കാര് കരഞ്ഞാലും പ്രശ്നാ, ചിരിച്ചാലും പ്രശ്നാ, ഇതൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നാ. നിനക്കറിയാവോ? കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാരും കൂടി ഇരുന്നൊരു പടം കാണുവായിരുന്നേ. ഒരു തമാശ പടം. അത് കണ്ടപ്പോ ഞാനങ്ങ് ചിരിച്ചുപോയി. അപ്പൊ അച്ഛൻ എന്നോട് ചോദിക്കാ, "മോളെ ഓക്കെ അല്ലേന്ന്?" എന്റെ സന്തോഷവും പോയി. ഇല്ലെടി, ഇല്ല, വിഷമം ഇല്ല. എനിക്ക് മനസ്സിലാവും ഇവരെ എല്ലാരെയും. 6 വർഷം, 6 വർഷാ ഞാനവിടെ ആരുമില്ലാതെ ഈ പറയുന്ന മഴയും വേനലും മഞ്ഞും ഒന്നും അനുഭവിക്കാതെ കിടന്നത്. തിരിച്ചിറങ്ങുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ഇവരെല്ലാരെയും കൂടെ കുറേ കാലം അടിച്ച് പൊളിച്ച് മഴയൊക്കെ നനഞ്ഞ് ഇഷ്ടമുള്ള ഫുഡൊക്കെ അടിച്ച് കറങ്ങി നടന്ന് തിയേറ്ററിൽ പോയി കൂകി വിളിച്ച് സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. ആഗ്രഹമല്ല, കൊതി. കൊതിയുമല്ല, അത്യാഗ്രഹം. അതങ്ങനെ തന്നെയായിരുന്നുന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും സംശയം തന്നെയാ. അടുക്കളയിൽ കയറി ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്ന് പുറത്തു പോവാൻ പറ്റില്ല. ആരും എൻ്റെ കൂടെ വരുന്നില്ല. നാട്ടുകാരുടെ സംശയങ്ങള് മനസ്സിലാക്കാം. വീട്ടുകാരുടെ കൺസേൺസ്, റെസ്ട്രിക്ഷൻസ് ഇതൊക്കെ ഞാൻ നിന്നെ വിളിച്ചത് തന്നെ ആഹ്, എനിക്കൊരു ജോലി ശരിയാക്കി തരോ? ആ, അടുത്തൊന്നും വേണ്ട. കുറച്ച് ദൂരെ. അവിടെ നിക്കുന്ന രീതിയില്. അതേടി, വേണം. ഇനിയും ഇവിടെ ഇങ്ങനെ നിന്നാ ഈ വീട്ടുകാരും ഈ വീടും ഒന്നും എന്റേത് തന്നെ അല്ലാതായി മാറും. എന്നെ ചങ്ങലയ്ക്കൊന്നും ഇട്ടിട്ടില്ല അവിടെ. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ചങ്ങലയിട്ട് അതീ കിടന്നുള്ള വിളിയും ചങ്ങലയുടെ കിലുക്കവും എന്നെ വീണ്ടും ആ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം കൂടി ചേർന്നിട്ട്. എനിക്ക് ആ കിലുക്കം കേൾക്കാം ചിലപ്പോഴൊക്കെ. അതുകൊണ്ട്
ഞാൻ മാത്രമാവുന്നൊരു സ്ഥലം മതി. എന്നെ അറിയാത്ത ആൾക്കാരുടെ ഇടയില് എനിക്ക് എനിക്ക് കുറച്ച് നാളൊന്ന് ജീവിക്കണം. എന്നിട്ട് ഒരു ഗസ്റ്റായിട്ട് വല്ലപ്പോഴും ഇവിടെ വരാം. അപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഈ വീടിനും എന്നെ ഇഷ്ടാവും. എന്നെ സ്വീകരിക്കും.